സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടാനാണ് സാധ്യത. ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പൊന്നും വന്നിട്ടില്ല. ഷെബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെബീദ്, ഗുഡ് മോർണിംഗ്. ഷെബീദ്, തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? കേരളത്തിൽ ചില ജില്ലകളിലൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പലയിടങ്ങളിലും മഴ മാറി നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയിലടക്കം ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് മഴ അല്പം മാറിയിട്ടുണ്ടെങ്കിൽ പോലും മൂടിക്കെട്ടിയ അന്തരീക്ഷം അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരത്തെ പ്രഭാതങ്ങളുടെ ഒരു കാഴ്ചയാണ്. ഏതായാലും സംസ്ഥാനത്തെ മുഴുവൻ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് മഴ സാഹചര്യം അത് കുറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അലേർട്ടുകളൊക്കെ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതേസമയം വരുന്ന 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. അത് ഒറ്റപ്പെട്ട മഴ സാധ്യത അത് മാത്രമാണ് പ്രവചിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഇല്ലെങ്കിൽ കൂടി പല ജില്ലകളിലും ഇപ്പോഴും ഒറ്റപ്പെട്ട ശക്തമായ മഴ അത് തുടരുകയാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് അത് ഒഴിവാക്കിയിട്ടുണ്ട്. സാഹചര്യം കുറഞ്ഞതും ഉയർന്ന തിരമാലയടക്കം അല്ലെങ്കിൽ കടലാക്രമണ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിലുമാണ് അങ്ങനെ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് പിൻവലിച്ചിട്ടുള്ളത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത വരും ദിവസങ്ങളിൽ 17-ാം തീയതി അടക്കമുള്ള മഴ മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പ്രവചിക്കുന്നുണ്ട്. 17-ാം തീയതി മുതൽ ഒരു പക്ഷേ ശക്തമായ മഴ വീണ്ടും ആരംഭിച്ചേക്കാം എന്നുള്ള സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.